أئمة الكفر فقاتلوا أئمة الكفر إنهم لا أيمان لهم لعلهم ينتهون ألا تقاتلون قوما نكثوا أيمانهم وهموا ألا تقاتلون قوما نكثوا أيمانهم وهموا بإخراج الرسول وهم بدؤوكم أول مرة أتخشونهم فالله أحق أن تخشوه فالله أحق أن تخشوه إن كنتم مؤمنين صدق الله. ഈ ആയത്തും എല്ലാം ഏതാണ്ട് സൂറത്ത് തൗബയുടെ ഒരു വലിയ പ്രത്യേകത, നിങ്ങൾ ബോറടിക്കരുത്, ഏതാണ്ട് വലിയൊരു ശതമാനവും എന്ത് തന്നെയാണ്, യുദ്ധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് യുദ്ധം 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 എന്നിങ്ങനെ നിരന്തരം പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഉണ്ടാവരുത്, അല്ലെങ്കിൽ ഈ ആയത്തുകളൊക്കെ അതിന്റെ നിയമങ്ങളെ വിശദീകരിക്കുന്നതാണ്. എന്ത് പശ്ചാത്തലത്തിലാണ്? യുദ്ധവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിൽ അത് സംബന്ധമായ കാര്യങ്ങളെ പറയുകയാണ് അള്ളാഹു ചെയ്യുന്നത്. യുദ്ധം ചെയ്യണമെന്നല്ല, പക്ഷെ യുദ്ധം ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതെങ്ങനെ നേരിടണമെന്നതാണ് ഇവിടെ ആയത്തുകളൊക്കെ പറയുന്നത്. യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനെ അള്ളാഹുവിന്റെ റസൂൽ വെറുക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മദീനയിൽ ഒരിക്കൽ യുദ്ധത്തിന്റെ കിംവദന്തി പരന്നപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീനിയിടാത്ത കുതിരപ്പുറത്തു കയറി, മൂക്കുകയറില്ലാത്ത കുതിരയുടെ പുറത്തു കയറി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്തു എന്നാണ്. അങ്ങനൊരു തയ്യാറാക്കപ്പെട്ട കുതിരപ്പുറത്തു കയറാനുള്ള സമയം അള്ളാഹുവിന്റെ റസൂൽ കണ്ടില്ല എന്നർത്ഥം. സഹാബാക്കൾ നോക്കുമ്പോൾ ആ കിംവദന്തികൾ പരന്നു നിൽക്കുന്ന ചർച്ചകൾക്കിടയിൽ നിന്ന് മരുഭൂമിയിലൂടെ ഒരാൾ ഇങ്ങനെ അതീവ ശീഘ്രമായ വേഗതയിൽ കൊടുങ്കാറ്റടിച്ചു വരുന്ന പോലെ ഒരു കുതിര അതീവ ശക്തമായ വേഗത്തിൽ കടന്നു വരുന്നത് കണ്ടു സഹാബാക്കൾ തന്നെ പറയുന്നത് അങ്ങനെയാണ്, കൊടുങ്കാറ്റ് വരുന്ന പോലെ തോന്നി, തിരമാലകൾ അലയടിച്ചു ഇങ്ങനെ ഉയരുന്ന പോലെ തോന്നുന്ന വിധം അതീവമായ വേഗതയിലാണ് ആ കുതിര വരുന്നത്. ആ കുതിര അടുത്തേക്ക് വരുമ്പോ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു, ലം തുറാഊ ലം തുറാഊ ലം തുറാഊ എന്ന്. അതായത് നിങ്ങൾ ഭയക്കേണ്ടതില്ല, യുദ്ധം ഇല്ല എന്ന് സയ്യിദുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതറിയാൻ വേണ്ടിയാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങോട്ട് പോയത്? മദീനയുടെ അതിർത്തി കടന്ന് യുദ്ധം വരുന്നു എന്ന കിംവദന്തികൾ കേൾക്കുമ്പോൾ അങ്ങോട്ട് ഓടിച്ചെന്ന് അലൈഹി വസല്ലം പണിയെടുത്തത്. ഭരണകൂടം തങ്ങളുടെ പ്രജകളെ യുദ്ധത്തിന്റെ ഭീതിയിലും യുദ്ധത്തിന്റെ ആവേശത്തിലും കത്തിച്ചു നിർത്തുകയല്ല, മറിച്ച് തങ്ങളുടെ പൗരന്മാർക്ക് സമാധാനമുണ്ടാക്കി കൊടുക്കാനുള്ള പണിയെടുക്കലാണ് ഭരണാധികാരിയുടെ ഏറ്റവും വലിയ ചുമതലയെന്ന് പഠിപ്പിക്കുകയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, നിങ്ങൾ യുദ്ധത്തെക്കുറിച്ച് ആലോചിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യരുത്. പക്ഷെ അങ്ങനൊന്ന് സംഭവിച്ചാൽ മാത്രമാണ് നിങ്ങൾ എന്തു ചെയ്യേണ്ടത്? പിടിച്ചു നിൽക്കേണ്ടത്. ഒരിക്കലും അത് ആലോചിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യരുത്. അവനവന്റെ ചില രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി യുദ്ധമെന്ന് പറയുന്നതിനെ ഒരു ആവേശമാക്കി മാറ്റാനായിരുന്നില്ല പുണ്യനബി തയ്യാറായത്. യുദ്ധം എപ്പോഴും ഏത് സമൂഹങ്ങളിലും ആവേശമാണ്. അതായത് വൈര്യമുണ്ടാകലാണല്ലോ ലോകത്തെ ഏറ്റവും കൂടുതൽ ആവേശമുള്ള പണി. നമ്മൾ സമാധാനം പറഞ്ഞു നോക്കൂ, കുറെ നേരം കഴിയുമ്പോൾ ഉറങ്ങിപ്പോവും. അസമയം നല്ല വൈര്യം പറഞ്ഞു നോക്കൂ, എല്ലാവരും ഇങ്ങനെ ആവേശത്തിലിരിക്കും. നല്ല വൈര്യം, നല്ല ദേഷ്യം പിടിച്ച ആരെങ്കിലും കുറിച്ചൊരു പക ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചു നോക്കൂ, അപ്പോഴാണ് നമ്മളെല്ലാം യോജിച്ചു വരാം. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ അവരെ കുറിച്ച് വളരെ മോശമായി അല്ലെങ്കിൽ അവരെ അവർക്ക് പ്രബോധന ദൗത്യത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് സമാധാനമാണ്.
ഇല്ലായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹിക്ക് വേണമെങ്കിൽ ആളെ കൂട്ടാൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഗോത്രങ്ങളുടെ താല്പര്യങ്ങളെ വളർത്തിക്കൊണ്ടുവന്നാൽ മതിയായിരുന്നു. നല്ല ആളുണ്ടാകും. അബ്ദുൽ മുത്തലിബിന്റെ ഗോത്രമാണ് ഞങ്ങളുടെ ഗോത്രം, അതുകൊണ്ട് ഞങ്ങളുടെ ഗോത്രത്തിന് നേരെ ആരടാ വരുന്നത് എന്നൊക്കെ ചോദിച്ചു തുടങ്ങാമായിരുന്നു. അല്ല തുടങ്ങിയത്. ഇനി അങ്ങനെയൊക്കെ ആവേശം കൂട്ടിയതിനു ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുക്കാമായിരുന്നു. അങ്ങനെയല്ല. അങ്ങനെ ആവേശം കൂട്ടിയതിനു ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കലല്ല അള്ളാഹിന്റെ റസൂലിന്റെ പണി. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഈ ആവേശങ്ങളൊക്കെ തണുത്തുപോയി. ഏതാവേശം? ഗോത്ര താല്പര്യങ്ങളുടെ ആവേശം, യുദ്ധക്കൊതി, ഇതെല്ലാം അവസാനിപ്പിച്ചു. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം റസൂലുള്ളാഹി പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ പീഡനങ്ങൾ ഇങ്ങോട്ട് വന്നു, അല്ലേ? തല്ലു കൂടുതൽ ഇങ്ങോട്ട് വന്നു. ആ തല്ലൊക്കെ സഹിക്കുമ്പോഴും അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറഞ്ഞുകൊണ്ടേയിരുന്നു ഫഅഫു അൻഹും, അവർക്കൊക്കെ മാപ്പ് കൊടുത്തു. എങ്ങനെ പറഞ്ഞത്? ഫഅഫു അൻഹും, നബിയെ അങ്ങ് അവർക്ക് മാപ്പ് കൊടുക്കണം. വസ്തഹ്ലഹും, അവരങ്ങ് വിട്ടേക്ക് നബിയെ എന്നായിരുന്നു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കൽപ്പിക്കുന്നത്. അത് ഏത് സമയങ്ങളിലുമുണ്ട്. ഏറ്റവും വിജയം നിലനിൽക്കുന്ന സമയത്തും പുണ്യ റസൂലിന്റെ ജീവിതത്തിൽ ഇന്നൊരു പ്രതികാരവും എടുക്കാൻ ഞാൻ തയ്യാറല്ലെന്നായിരുന്നു പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അദ്ദേഹം വന്നു. എന്നാൽ അദ്ദേഹത്തോട് പറഞ്ഞില്ല നീ ഇന്ന് തന്നെ മുസ്ലിമാകണമെന്ന്. ഇല്ല, മുസ്ലിമാകൽ അള്ളാഹുവിന്റെ റസൂലിന്റെ താല്പര്യം തന്നെയാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷെ റസൂൽ അങ്ങനെ കടുത്ത ഭാഷയിൽ അയാളോട് കൽപ്പിച്ചില്ല. അയാൾ നബിയോടൊപ്പം നടന്നു. 3 മാസക്കാലം റസൂലുള്ളാഹിയുടെ സ്നേഹപരിചരണങ്ങളിൽ തന്നെ ജീവിച്ചു. പക്ഷെ നബിയുടെ സ്നേഹം ശരിക്കും അനുഭവിച്ച ആർക്കാണ് അഷ്റഫുൽ ഖൽഖിനെ വിടാൻ കഴിയുക? സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ തുമാമത്ത് ബിനു ആസാൽ എന്ന് പറയുന്ന കൊടിയ ശത്രുവിനെ പുണ്യനബിയുടെ സ്വഹാബാക്കൾ കൊണ്ടുവന്ന് മദീനയുടെ തൂണിൽ, മദീന പള്ളിയുടെ തൂണിൽ ബന്ധിപ്പിച്ചു. പുണ്യ റസൂൽ ചെന്നിട്ട് ഇങ്ങനെ കണ്ടിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു, എന്തിനാണ് ആ മനുഷ്യനെ ഇങ്ങനെ നിങ്ങൾ ബന്ധിപ്പിച്ചത്? അയാൾ അങ്ങ് അഴിച്ചുവിടൂ എന്ന് പറഞ്ഞു. അപ്പൊ സ്വഹാബാക്കൾ പറഞ്ഞു, നബിയെ, നമുക്ക് നേരെ ഏറ്റവും കൂടുതൽ കടുത്ത ശത്രുതയുണ്ടാക്കിയ യമാമയുടെ ഭരണാധികാരിയാണ് ഇയാൾ. അതുകൊണ്ട് നബിയെ, ഇയാളെ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. നബി അദ്ദേഹത്തിന്റെ മുഖത്തേക്കൊന്ന് പുഞ്ചിരിയോടെ നോക്കി. അപ്പോൾ അദ്ദേഹം തന്നെ ചോദിച്ചു, എങ്ങനെയാണ് താങ്കൾക്ക് എന്നെ പുഞ്ചിരിയോടെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നത്? ആര് ചോദിക്കുന്നു? സുമാമത്ത് ബിൻ ആസാൽ ചോദിക്കുന്നു. എങ്ങനെയാണ് അങ്ങക്ക് എന്നെ അങ്ങനെ നോക്കാൻ നോക്കുന്നത്? അങ്ങനെ നോക്കാൻ കഴിയാത്ത വിധം ഞാൻ ഒരുപാട് ശത്രുതകൾ, ഒരുപാട് ദ്രോഹ പ്രവർത്തനങ്ങൾ താങ്കൾക്കു നേരെയും താങ്കളുടെ സമൂഹത്തിനു നേരെയും നടത്തിയ ആളാണ്. നിങ്ങൾ ചോര കൊണ്ട് കണക്ക് പറയൂ, അതാണ് എനിക്ക് ഇഷ്ടം, എനിക്ക് അഭിമാനം, അതാണ്. എന്റെ ചോരയുടെ കണക്ക് പറയൂ. അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സുമാമ, നല്ല വിശേഷങ്ങൾ ഉണ്ടാവട്ടെ, അതാണ് എന്റെ ഇഷ്ടം. എന്നിട്ട് ആ മുഖത്ത് നോക്കി ചിരിച്ചപ്പോ സ്വഹാബാക്കളോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അയാളെ കെട്ടഴിക്കൂ. അയാൾ കെട്ടഴിഞ്ഞു. അയാൾ നേരെ മദീനയുടെ താഴെ, മദീന പള്ളിയുടെ താഴെയുള്ള കുളത്തിലിറങ്ങി ഒന്ന് കുളിച്ചു വന്നു. എന്നിട്ട് നേരെ യമാമയിലേക്ക് പോകുന്നതിന് പകരം മുഹമ്മദ് നബിയുടെ മുമ്പിലെത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്നുവരെ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന മുഖം താങ്കളുടേതാണ്. പക്ഷെ ഈ നിമിഷം മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മുഖം അങ്ങയുടേതാണ്. ഞാൻ ഇന്നുവരെ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന പ്രത്യയശാസ്ത്രം അങ്ങയുടെ പ്രത്യയശാസ്ത്രമായ ഇസ്ലാമാണ്. പക്ഷെ ഇന്നു മുതൽ ഈ സമയം മുതൽ ഞാൻ അങ്ങയുടെ പ്രത്യയശാസ്ത്രത്തെ ഇഷ്ടപ്പെടുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ് എന്ന് പറയുന്നു തുമാമത്ത് ബിൻ ആസാൽ റളിയല്ലാഹു അൻഹു. അതുപോലെയായിരുന്നു സഫ്വാനും. നബിയുടെ കൂടെ നടന്നു. നബി തിരുമേനി കടം ചോദിച്ചപ്പോ കൊടുത്തു. നബി തിരുമേനി വായ്പ ചോദിച്ചപ്പോ വായ്പ കൊടുക്കാൻ നേരത്ത് പറഞ്ഞു, ഭരണാധികാരിയല്ലേ, എല്ലാവരും മുസ്ലിങ്ങളായിരിക്കുന്ന ഒരു വലിയ ഭരണകൂടത്തിന്റെ ഭരണാധികാരി, അങ്ങയുടെ അനിഷേധ്യമായ തീരുമാനങ്ങൾക്ക് മുമ്പിൽ ഈ പാവപ്പെട്ട ഒരു പ്രജ എന്ന നിലയിൽ എനിക്കെന്തു ചെയ്യാനാണ്? നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് അധികാരപൂർവമാണോ ഈ പടയങ്കികൾ വായ്പ ചോദിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ നബി തിരുമേനി പറഞ്ഞു, അല്ല, ഞാൻ അധികാരപൂർവമല്ല. ഞാൻ താങ്കളുടെ കയ്യിൽ നിന്ന് ഇപ്പോ വാങ്ങുന്ന പടയങ്കികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചാൽ ആ കേടുപാടുകൾ തീർത്തിട്ട് ഞാൻ അങ്ങയുടെ കയ്യിൽ തന്നെ തരും. അത് മുഹമ്മദ് ഉറപ്പു തരുന്നു എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് സഫ്വാൻ ആ യുദ്ധമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അത് കൊടുക്കുമ്പോ അതും കഴിഞ്ഞ് അതിന്റെയൊക്കെ കൂലി പോലെ ഒരു മല താഴ്വരയുടെ
പിന്നെ നിറഞ്ഞു നിൽക്കുന്ന ആട്ടിൻകൂട്ടങ്ങളെ നോക്കി നിനക്ക് വേണമെങ്കിൽ അത് തരാം എന്ന് പറയുമ്പോൾ സഫ്വാനും ഇതുപോലെ കൈപിടിച്ചിട്ട് പറയുന്നുണ്ട്, വല്ലാത്ത സ്നേഹമാണിത്, വല്ലാത്ത സ്നേഹമാണിത്. എന്തും ചെയ്യാമായിരുന്ന ക്രൂരനായ ഒരു പിതാവിന്റെ മകനും കൂടിയാണ് ഞാൻ. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിനെ മണൽക്കാട്ടിലിട്ട് ആ പരിശുദ്ധമായ കല്ലു കയറ്റി വെച്ച് മാറ്റി പറയടാ നിന്റെ തൗഹീദ് എന്ന് പറയുന്ന സമയം ഞാൻ പറയില്ല അഹദുൻ 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 എന്ന് തന്നെ ഉച്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ദുർബലമാകുന്ന ആ ശബ്ദം നേർത്തുനേർത്ത് ഇല്ലാതെയായി പോകുമോ എന്ന് ഭയന്നു നിൽക്കുന്ന വിധം ഭീകരമായ മർദ്ദനങ്ങൾ അഴിച്ചുവിടുന്ന സമയത്താണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഓടി വന്ന് നിങ്ങൾക്ക് ഈ മനുഷ്യനെ കൊന്നിട്ട് എന്തു കാര്യമെന്ന് ചോദിക്കുകയും 100 സ്വർണ്ണ നാണയം കയ്യിൽ കൊടുത്തിട്ട് എനിക്ക് ഈ മനുഷ്യനെ തന്നേക്കൂ എന്ന് പറയുമ്പോൾ അവശനായി മരിച്ചു പോകുമെന്ന് ഭയക്കേണ്ടി വരുന്ന വിധം സിദ്ദീഖുൽ അക്ബറിന്റെ കയ്യിലേൽപ്പിച്ച ഭീകരനായ ഒരു മർദ്ദകനാണ് ഈ സഫ്വാന്റെ പിതാവാകുന്ന ഉമയ്യ. പക്ഷെ ആ മനുഷ്യന്റെ മകനായിരുന്നിട്ട് കൂടി അള്ളാഹുവിന്റെ റസൂൽ സ്നേഹത്തോടെ കൊണ്ടു നടന്നു. എന്നിട്ട് അവസാനം നബിയുടെ സ്നേഹത്തിന്റെ മുമ്പിൽ അവസാനം അയാളും സമ്മതം പറഞ്ഞ പോലെ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരിക്കലും നമ്മൾ ഇതര സമൂഹങ്ങളോട് അനുവർത്തിക്കേണ്ട നയങ്ങൾ എന്ന് പറയുന്നതിനെ ഈ രീതിയിൽ തന്നെയാണ് കാണേണ്ടത്. ഇവിടെയും വിശുദ്ധ ഖുർആൻ പറയുന്നു, ഈ യുദ്ധം അനിവാര്യമായ സംഭവം വരുമ്പോ ഫഇദൻ സലഹൽ അഷ്ഹുറുൽ ഹുറും, 4 മാസങ്ങളെയാണ് വിശുദ്ധ മാസങ്ങൾ എന്ന് പറയാം. ഏതാ 4 മാസം? ഒന്ന് മുഹറമാണ് അല്ലെ, 3 മാസങ്ങൾ ഇങ്ങനെ അടുപ്പിച്ചു വരുന്ന മാസങ്ങളാണ്. ഒന്ന് ദുൽഖഅദ, ദുൽഹിജ്ജ, പിന്നെന്താ മുഹറം. പക്ഷെ അതിൽ രസം എന്താ വെച്ചാൽ അതിനൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു മാസം റജബാണ്. പക്ഷെ റജബ് ഒരു വിശുദ്ധ മാസമാണ്. അഷ്ഹുറുൽ ഹുറും പ്രോഹിബിറ്റഡ് മന്ത്സ് ആണ്. ഏത് പ്രോഹിബിഷൻ? യുദ്ധം ഹറാമായിട്ടുള്ള മാസങ്ങളിൽപ്പെട്ടതാണ്. പക്ഷെ റജബ് കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും നേരല്ല. ഷഅബാൻ, പിന്നെ അത് കഴിഞ്ഞാലോ റമദാൻ, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എന്തായി ശവ്വാൽ, അതിന്റെ ഇടക്ക് വരുന്നു, പിന്നെ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. വലിയ നേരം കൊടുക്കാത്ത വിധം ഏതാണ്ട് സത്യത്തിൽ 6 മാസവും എന്തായി വേറെ പണിക്ക് പോകാൻ പറ്റാത്ത വിധം ആരാധനാ നിമഗ്നമായ കാലാണ്. പക്ഷെ അതിലെ ആ ഇടക്ക് നിർത്തിയിട്ട് ഇതാ റജബ് പിന്നെ യുദ്ധം ഹറാമാക്കപ്പെട്ടു. പിന്നെ ഏതൊക്കെ ഹറാമായി? മുഹറം, ദുൽഹിജ്ജ, ദുൽഖഅദ, ഈ 3 മാസങ്ങളും ഹറാമായ മാസങ്ങളാണ്. പിന്നെ മുഹറമിന് വലിയ പ്രത്യേകതകളുമുണ്ട് അല്ലെ. മുഹറം എന്ന് പറഞ്ഞാൽ ഹിജ്റയുടെ 1-ാം മാസവും കൂടിയാണ്. വലിയ പവിത്രതകളുണ്ട്. കാരണം വിമോചനങ്ങൾ മുഴുവൻ നടന്നത് മുഹറത്തിലാണ്. വിമോചനങ്ങൾ മഹാനായ സയ്യിദുന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും പിന്നെ നമ്മുടെ ഉമ്മയാകുന്ന ഹവ്വ റളിയല്ലാഹു അൻഹയും അവർ സൃഷ്ടമായതും വിവാഹം ചെയ്യപ്പെട്ടതുമൊക്കെ മുഹറമിലാണെന്നാണ്. മിക്കവാറും എല്ലാ പ്രവാചകന്മാരുടെയും ജീവിതവുമായി മുഹറത്തിന് ബന്ധമുണ്ട്. യൂനുസ് നബി അലൈഹി ഇസ്ലാം മത്സ്യത്തിൽ നിന്നും മുക്തമാകുന്നത് മുഹറമിലാണ്. ഏറ്റവും പ്രധാനം മനുഷ്യവിമോചനത്തിന്റെ ഒരു വലിയ പ്രത്യയശാസ്ത്രം എന്ന നിലക്ക് ശബ്ദമില്ലേ? ഉണ്ടോ? കുഴപ്പമില്ല, എനിക്കെന്തോ ഒരു തോന്നി. ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എമ്പാടും രാഷ്ട്രീയ ഇസ്ലാം എന്ന പേരിൽ മുഴക്കപ്പെട്ട എല്ലാ തീവ്രവാദവും രാഷ്ട്രീയ ഇസ്ലാം, പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന അർത്ഥത്തിൽ ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി മുഴക്കിയതും അതാണ്. ഈജിപ്തിൽ ഇഖ്വാനുൽ മുസ്ലിമീൻ മുഴക്കിയതും അതാണ്. സലഫികളിലെ രാഷ്ട്രീയക്കാരായി നിൽക്കുന്നവർ മുഴക്കിയതും അത് തന്നെയാണ്. രാഷ്ട്രീയ ഇസ്ലാം അതാണ്. മറിച്ച് പരിശുദ്ധമായ മഹത്വമുള്ള വ്യക്തികളുടെ ജീവിതത്തോടൊപ്പം ഇസ്ലാമിനെ പഠിക്കാൻ തയ്യാറായാൽ ആ ഇസ്ലാം വളരെ നിർമ്മലമായി തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അതൊരു കുഴപ്പത്തിനും കാരണമല്ല. അലി റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിച്ചാൽ മതിയായിരുന്നു. ആർക്ക്? ഖവാരിജുകൾക്ക്. അത് ചെയ്യാതെ പോയി. അതിന്റെ മുഴുവൻ പിന്നെ വലിയ കുഴപ്പങ്ങളുടെ അവസാനം വന്നു നിൽക്കുന്നത്
മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടത്തിൽപ്പെട്ടിരുന്ന ഇബ്നു സിയാദിന്റെയും അതുപോലെ തന്നെ യസീദിന്റെയും അദ്ദേഹത്തിന്റെ മകൻ യസീദിന്റെയും കിങ്കരന്മാരാൽ ലോകത്തെ ഉമ്മത്തിന് എപ്പോഴും വേദനയായി മാറുന്ന വിധം സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നു. വളരെ മൃഗീയമായ അർത്ഥത്തിൽ എന്ന് പറയാവുന്ന വിധം കൊല്ലപ്പെടുന്നു. അപ്പോ മുഹറം 10 അതൊന്നുമല്ല നമ്മൾ കാണുന്നത്. മുഹറം 10 അത് ചെറിയ കാര്യമായിട്ടല്ല, പക്ഷെ മുഹറം 10 അഷ്റഫുൽ ഖൽഖ് പ്രാധാന്യം കൊടുത്തത് മഹാനായ സയ്യിദുനാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിമോചനമാണ്. ജനങ്ങളെ, അതായത് ബനൂ ഇസ്രായേലിനെ മോചിപ്പിച്ചു കൊണ്ടുപോകലാണ്. ആ വിമോചന സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ജൂതന്മാരായ ആളുകളെ കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ മുഹറം 10 ഇങ്ങനെ ചെയ്യുന്നതെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുമ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഞാൻ അടുത്ത വർഷം ജീവിക്കുമെങ്കിൽ ഞാൻ 9 കൂടി നോക്കും. ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിആ. ഞാൻ അടുത്ത കൊല്ലവും കൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ 9ാമത്തെ നോമ്പും കൂടി നോക്കും. ഞാൻ അടുത്ത കൊല്ലം എന്താവൂലായിരുന്നു, ജീവിച്ചിട്ടില്ല. പക്ഷേ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 9 നമ്മോട് പറഞ്ഞു തരുന്നതിനെ കുറിച്ച് പിന്നെ മറ്റൊരു കാര്യം നാം പഠിക്കേണ്ടത്, ആ 9 ഒരർത്ഥത്തിൽ മറ്റൊരു കാര്യമുണ്ട്. അതായത് എല്ലാ സമൂഹങ്ങളുടെയും തത്തുല്യമായ സ്വഭാവത്തിൽ തന്നെ മുസ്ലിങ്ങൾ ആചരിക്കണമെന്നില്ല. കുറച്ചൊരു വ്യത്യാസം ആർക്കുണ്ടാകണം, മുസ്ലിങ്ങൾക്കുണ്ടാവും. ഇത് അത്രയും മനസ്സിലാക്കുക. ഞാൻ പറയണത് അത്രയും മനസ്സിലാക്കുന്നതിന് അപ്പുറം മനസ്സിലാക്കിയാൽ എന്ത് സംഭവിക്കും, വലിയ അപകടമാണ്. ഇസ്ലാമിന്റെ ഒരു വ്യതിരിക്തതയുണ്ട്, അതിലൊരു സംശയവും വേണ്ട. നിങ്ങളുടെ വേഷം മറ്റാർക്കും ഇല്ല അല്ലേ? പക്ഷെ എന്ന് വിചാരിച്ച് നമ്മുടെ വേഷം ഏതെങ്കിലും ഒരാൾ ഇട്ട വേഷമാണ് എന്നതുകൊണ്ട് മാറ്റണമെന്നുണ്ടോ? ഇല്ല. ഇസ്ലാം കൽപ്പിച്ചത് അംഗീകരിക്കണം. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ ഈ തുണി എടുത്തു, ഈ തുണി ആരുടെയാ? ഈ തുണി ആരുടെയാന്ന് വെച്ചാൽ ഈ തുണി ഇപ്പൊ എന്റെയാണ്, അതല്ല വിഷയം. ഈ തുണി ആരുടേതാണ്? അത് ഇവിടുത്തെ കൾച്ചറാണ്. അതായത് ഇവിടുത്തെ നമ്പൂരി ഉടുത്ത തുണിയാണ് നമ്മൾ ഉടുത്തത്, സ്റ്റൈലാ അല്ലേ? ഇവിടുത്തെ ഷർട്ടാണ് അല്ലേ? അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഞാൻ എന്റെ മുട്ടുപൊക്കിളിന്റെ ഭാഗം നിർബന്ധമായി മറക്കണമെന്നും അതിനപ്പുറം മറക്കണമെന്നും അങ്ങനെ മറക്കൽ ഇസ്ലാമിന്റെ ഇന്ന ശാസനങ്ങളുടെ ഭാഗമാണെന്നും നമ്മെ ആര് പഠിപ്പിച്ചു തന്നതാണ്? ഇതിന് വിരുദ്ധമാകുന്ന രീതിയിൽ ഇപ്പൊ ഞാൻ ഡ്രസ്സ് ധരിക്കുന്നിടത്ത് വേറെ ഏതെങ്കിലും എന്റെ പിന്നെ ഇസ്ലാമികമായ മര്യാദകൾക്ക് ലംഘിക്കുന്ന തരത്തിലുള്ള ഒരു വസ്ത്രം ധരിച്ചാലോ അതൊട്ട് പറ്റൂലേനു. അതന്നെയാണ് സ്ത്രീകളെയും സംബന്ധിച്ചിടത്തോളം. അവര് എന്തു ചെയ്യണം? മുഴുവൻ മറക്കൽ അവർക്ക് നിർബന്ധമാണ്. അതിന് എന്ത് പേരിട്ടു എന്നുള്ളത് പ്രശ്നമല്ല. ശരീരത്തിന്റെ തടി കാണുന്നതോ അറിയുന്നതോ ആയ രീതിയിലല്ലാതെ സ്ത്രീകൾ എന്തു ചെയ്യണം? വസ്ത്രം ധരിക്കണം. പുരുഷനെയും സംബന്ധിച്ചിടത്തോളം അത് കറാഹത്താണെന്നാണ്. ഈ കുടിച്ച ഡ്രസ്സ് കറാഹത്താണെന്നാണ്. മറിച്ച് എന്തു വേണം? കുറച്ച് അയഞ്ഞ ഡ്രസ്സ് ധരിക്കണം. എല്ലാർത്ഥത്തിലും അയഞ്ഞ ഡ്രസ്സാണ് നല്ലത്. അയഞ്ഞ ഡ്രസ്സാവുക എന്നുള്ളതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് ഹറാമു തന്നെയാണ്. ഏത്? കുടിച്ച ഡ്രസ്സ് ധരിക്കൽ. എന്തുകൊണ്ട്? അത് അവരെ വല്ലാതെ കൂടുതൽ പിന്നെ പ്രകടിപ്പിക്കപ്പെടും എന്നതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പൊ ഇവിടെ എല്ലാം ഈ ഇസ്ലാമിനൊരു നിയമമുണ്ട്, ഒരു വ്യതിരിക്തമായ നിയമമുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ നമ്മൾ ആ വ്യതിരിക്തതയുടെ പേരിൽ ഞങ്ങൾ ഇങ്ങനെ ആയതിന്റെ കാരണം ഇന്നതാകുന്നു എന്ന് പറഞ്ഞ് നടക്കണ്ട. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ ഈ തുണി ഉടുക്കുമ്പോ ഈ ഇടത്തേക്കാണ് എന്ത് വരാ അല്ലെ, കര വരാ അല്ലെ. എന്തതിന് കാരണം? നമ്മൾ ചില ആൾക്കാർ കാരണം പറയാം ഹിന്ദുക്കളോട് എതിരാവാൻ വേണ്ടിയിട്ടാണ്. അല്ല, ആണോ? അല്ല കേട്ടോ, അങ്ങനെയും അല്ല. ഇത് സംഭവം എന്താ അറിയോ? സത്യത്തിൽ നമ്മൾ വലത്തേക്ക് ഉടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇടത്തേക്ക് വരുന്നതാണ്. മനസ്സിലായില്ല? ആ ഉടുക്കേണ്ടത് എങ്ങോട്ടാണ്? ആദ്യം വലത്തേക്കാണ്. അപ്പോൾ അവസാനിക്കുമ്പോ എപ്പോ എങ്ങനെ വരും? പിന്നെ വലത്തേക്കാക്കാൻ പറ്റുമോ? മനസ്സിലായില്ല? അതായത് നമ്മൾ ആദ്യം ഉടുക്കുമ്പോ വലതുഭാഗത്തേക്കാണ് ഉടുക്കുക. അപ്പൊ ഞങ്ങൾ വലതുഭാഗത്തേക്കാണ് ഉടുത്തത്. അതിന്റെ പിന്നെ സ്വാഭാവികമായ പരിണിതിയാണ് എന്ത്? ഇടതുഭാഗത്ത് കര വന്നത്. ആദ്യം ഇടത്തേക്ക് ഉടുക്കുമായിരുന്നുവെങ്കിൽ എന്തു വരുമായിരുന്നു?
വലതുഭാഗത്ത് കരരുന്നു. അപ്പോൾ ഇസ്ലാം ഏതു നല്ല കാര്യങ്ങളെയും ഏത് രീതിയിൽ മുന്തിക്കുന്നു? വലത്തേക്ക്. മയ്യത്ത് പൊതിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, മയ്യത്ത് പൊതിയുമ്പോൾ എന്ത് വേണം? വലതുഭാഗത്തേക്ക് ആദ്യം എടുക്കണം, എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? ഇടതുഭാഗത്തേക്ക് വരാൻ. അപ്പോ ഈ വലതുഭാഗത്തേക്ക് പോയതിന്റെ പരിണിതി ഇടതുഭാഗത്ത് കാണും. അപ്പൊ നമ്മളത് ഇടതാണ് എന്നാണോ പറയേണ്ടത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ വലതാണ്, അതുകൊണ്ട് ഇടതായതാണ്. മനസ്സിലായില്ലേ? നമ്മൾ വലതന്മാരായതുകൊണ്ട് പ്രകടനപരതയിൽ ഇടതായതാണ്. അങ്ങനെയാണ് നമ്മളെപ്പോഴും. നമ്മൾ വലതന്മാരാണ്, പക്ഷെ പ്രകടനപരതയിൽ എപ്പോഴും ഇടതന്മാരാണ്. എന്ന് പറഞ്ഞാൽ എപ്പോഴും പാവപ്പെട്ടവരുടെ കൂടെയും വിമോചനത്തിന്റെ കൂടെയും ധർമ്മസംഹിതകളുടെ കൂടെയും നീതിയുടെ കൂടെയും ഒക്കെയാണ് നമ്മൾ നിൽക്കുക. ആ അർത്ഥത്തിൽ നമ്മൾ ആരാണ്? ഒരു ഇടതന്മാരാണ്. പക്ഷെ നമ്മൾ ആരാണ് യഥാർത്ഥത്തിൽ? വലതന്മാരാണ്. അതും മുമ്പ് മനസ്സിലായില്ല അല്ലെ? അത് തിരിഞ്ഞില്ല. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ ഇതുപോലെ ഏത് വിഷയത്തിലും അങ്ങനെ ഒരു വ്യതിരിക്തത എന്ന് പറയുന്നത് നമുക്കുണ്ട്. അതൊട്ട് തെറ്റുമല്ല. നമ്മളെല്ലാം എല്ലാവരെയും പോലെ ആകണമെന്നില്ല. അങ്ങനെ എല്ലാം എല്ലാവരെയും പോലെ ആകണമെങ്കിൽ പിന്നെ ഒരു ഇസ്ലാമിന്റെ ആവശ്യം എന്താ? ഇസ്ലാം എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമാണ്. വിശ്വാസത്തിൽ വ്യത്യസ്തമാണ്, ആചാരത്തിൽ വ്യത്യസ്തമാണ്, പെരുമാറ്റ രീതിയിൽ വ്യത്യസ്തമാണ്. ഇത്ര കൃത്യമായി ഹറാം ഹലാൽ എന്ന് പറഞ്ഞ ഒരു പ്രത്യയശാസ്ത്ര ലോകത്തുണ്ടാവോ? ജവഹർലാൽ നെഹ്റു പറയണ്ടേ ഇസ്ലാമിനെ പഠിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഭയങ്കര കടുപ്പാണ് അത് സംഭവം. കാരണം വെച്ചാല് അങ്ങോട്ട് ഇരിഞ്ഞാൽ ഹലാൽ, ഇങ്ങോട്ട് ഇരിഞ്ഞാൽ ഹറാമ്. എല്ലാം ഹറാമ് ഹലാലിലാണല്ലോ അല്ലെ? അവിടെ നോക്കിയ ഹലാല്, ഇവിടെ നോക്കിയ ഹറാമ്, അങ്ങനെ ആകെ ഒക്കെ നിൽക്കണം. പക്ഷെ നിങ്ങൾ അനുഭവിക്കൂ. അപ്പോൾ ഹറാമു ഹലാലുകൾ നമുക്ക് എന്തായി മാറും? വളരെ ഫ്ലെക്സിബിൾ ആവും. ഏതാ അനുഭവിക്കേണ്ടത്? നമ്മൾ അള്ളാഹുവിലേക്ക് തന്നെ അങ്ങ് തിരിഞ്ഞു നിൽക്കൂ. അപ്പൊ നമുക്കിത് ഹലാല് ഹറാമു എന്നുള്ള ഒരു ഇടങ്ങേറ് വരില്ല. എപ്പോഴേ ഇടങ്ങേറ് വരുന്നത് അല്ലെ? ഇടങ്ങേറ് വരുന്നത് നമ്മൾ നിർബന്ധിതമായ ഒരവസ്ഥയിൽ തന്നെ ഒരു കാര്യം അംഗീകരിക്കേണ്ടി വരുമ്പോഴാണ് അത് ഇടങ്ങേറായി തോന്നുക. അതേസമയം നിർബന്ധിതമല്ല, എന്റെ മനസ്സ് പറയുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്തില്ല? അത് ആസ്വാദ്യകരമാണ്. എന്തല്ല? അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഹറാമിന്റെ മുമ്പിൽ നമ്മൾ ഇങ്ങനെ കരുതുന്നു, എന്റെ റബ്ബ്, എന്റെ തമ്പുരാൻ, അവനോടുള്ള എന്റെ സ്നേഹം അകന്നു പോകാൻ ഇത് ചെയ്താൽ കാരണമായി തീരും എന്ന് നമ്മൾ ആ രീതിയിൽ വിശ്വസിക്കുകയും ആ സ്നേഹം അള്ളാഹുവിന് കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുകൾ താഴോട്ട് പോകുന്നിടത്ത് നമ്മുടെ കണ്ണുകളെ ആരും നിർബന്ധിക്കുന്നില്ല. നമ്മുടെ ബുദ്ധി നിർബന്ധിക്കേണ്ട, നമ്മുടെ വികാരം നിർബന്ധിക്കും. നമ്മുടെ വികാരം നിർബന്ധിച്ചാൽ അതായിരിക്കും സുഖം. നമ്മുടെ ബുദ്ധി നിർബന്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ സാധനം? അതൊരു തരം ഇടങ്ങേറ് പിടിച്ച പണിയാണ്. ഇങ്ങനെ അപ്പൊ അതിനെന്താ വേണ്ടത്? സ്വാഭാവികമായി എങ്ങോട്ട് പോകാം? ദിക്റുല്ലാഹി, നിരന്തരം അള്ളാഹുവിലേക്കുള്ള ദിക്റിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ അറിയാതെ എന്തായിക്കോളും? നമ്മുടെ കണ്ണും കാതും എല്ലാം നിയന്ത്രിതമായി വരും. ആ നിയന്ത്രണത്തിന് സമ്മർദ്ദം ഉണ്ടാവില്ല, മറ്റൊരു സമ്മർദ്ദം ഉണ്ടാവും. അതൊരു തരം അതാണല്ലോ. അള്ളാഹുവിനെ അങ്ങനെ പേടിക്കണം, മറിച്ച് എന്ത് ചെയ്തോളൂ? അള്ളാഹുവിനെ അങ്ങ് സ്നേഹിച്ചോളൂ. അള്ളാഹുവിനെ സ്നേഹിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. കാരണം ഈ സ്നേഹം എന്ന് പറയേണ്ട വികാരം ഉണ്ടായാൽ നമുക്ക് പിന്നെ അനുസരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ഒരാൾ നമ്മളെ നിർബന്ധിച്ച് അനുസരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അയാളോട് നമുക്ക് ഇഷ്ടമില്ല എന്ന് വന്നാൽ അയാൾ അനുസരിക്കാൻ ഒരുതരം എന്താവും? സമ്മർദ്ദവും. അതേസമയം അയാളെ നമ്മളങ്ങ് സ്നേഹിച്ചു പോയാൽ അയാൾ അനുസരിക്കാൻ നമുക്ക് സമ്മർദ്ദമല്ല ഉണ്ടാവുക, മറിച്ച് ഇഷ്ടമാണ് ഉണ്ടാവുക. ആ ഇഷ്ടമാണ് അള്ളാഹുവിനോട് വേണ്ടത്. അപ്പോൾ ഈ പ്രോഹിബിഷൻസിനെ കുറിച്ച് ഒന്നും പേടിക്കേണ്ടി വരില്ല, അതിനെക്കുറിച്ചൊരു ബേജാറുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഈ മുഹറം 10ഉം 9ഉം എന്ന് നിശ്ചയിക്കുന്നതിൽ പ്രധാനമായ കാരണം ഈ വ്യത്യാസം അള്ളാഹുവിന്റെ റസൂൽ കാണുന്നു എന്നുകൊണ്ടാണ്. യഹൂദ സഹോദരന്മാരുടെ ആചാരത്തോട് അതേപോലെ തുല്യമാവേണ്ടതില്ല, അതിൽ നിന്ന് വ്യത്യാസം ഉണ്ടാവാം. ഒരു ജനതയോട് അതേ അർത്ഥത്തിൽ തുല്യമാകുന്ന ആചാരാനുഷ്ഠാനങ്ങളിൽ വ്യാപൃതമാകുന്നതിനെ കുറിച്ച് പറയുന്നിടത്താണ് മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഒരു ജനതയോടെ ഒരു വിഭാഗം സദൃശമാണെങ്കിൽ ഫഹുവ മിൻഹും, അവനാ കൂട്ടത്തിൽപ്പെട്ടാണ്. അവനാ കൂട്ടത്തിൽ പെടരുത്. നബി എടുത്തിരുന്നു ഇല്ല, എടുത്തില്ല, എടുക്കാനുണ്ടായില്ല. പക്ഷെ അതിൽ നിന്നാണ് നമ്മളോട് 9ഉം കൂടി കൽപ്പിക്കപ്പെടുന്നത്. കൽപ്പിക്കപ്പെടാന്ന് വെച്ചാൽ സുന്നത്തായി കൽപ്പിക്കപ്പെടുന്നത് 9 കൂടി അനുഭവിക്കാൻ അല്ല, അത് ചെയ്യാൻ. ഇനി 1 മുതൽ സുന്നത്തായ ചില ശ്രേഷ്ഠതകളെ കുറിച്ച് മഹാന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട്
1 മുതലും ആവാം, 1 to 10 വരെയും ആവാം. അതുകൊണ്ടാണ് ഈ 1 മുതൽ 10 വരെയുള്ള സമയങ്ങളിൽ മറ്റു കാര്യങ്ങൾ വേണ്ട എന്ന് പറയാൻ കാരണം. കൂടുതൽ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ഏത്? 1 to 10. അല്ലാതെ മുഹറത്തിൽ കല്ലിടാൻ പാടില്ല എന്നോ, മുഹറത്തിൽ കല്യാണം കഴിക്കാൻ പാടില്ല എന്നോ, മുഹറത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒന്നുമില്ല. കാരണം അത് മുഹറം എന്താണ്? അഷ്ഹുറുൽ ഹുറുമിൽപ്പെട്ടതാണ്, വിശുദ്ധ മാസങ്ങളിൽപ്പെട്ടതാണ്. ഷഹ്റുല്ലാഹി മുഹറം എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ മാസമാണേത്? മുഹറം. അപ്പൊ മുഹറത്തിന് വലിയ പ്രത്യേകതയാണുള്ളത്. പക്ഷെ മുഹറത്തിലെ ഈ പറയപ്പെട്ട ദിവസങ്ങൾ കൂടുതൽ അമലുകളിലേക്ക് വ്യാപൃതമാകേണ്ടത് കൊണ്ട് മറ്റു കാര്യങ്ങളിൽ പോകാതിരിക്കാൻ വേണ്ടി ഒരു പ്രോത്സാഹനം കൊടുക്കാതെ പോകുന്നു എന്നുള്ളൂ. അല്ല മുഹറത്തിൽ ചെയ്തുകൊണ്ട് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇത് എവിടെ നിന്ന് വന്നായിരിക്കണം? മിക്കവാറും ഹുസൈൻ റളിയല്ലാഹുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരുതരം ശകുന സ്വഭാവഭാവങ്ങൾ ഷീഈ വിഭാഗങ്ങൾ പരത്തിയതിൽ നിന്നാവണം എന്തുണ്ടാവുക? ഈ പറയപ്പെടുന്ന തരത്തിൽ മുഹറത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ചിന്ത നമുക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടാവുക. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്, തറയിടാൻ പാടില്ല, കല്ലിടാൻ പാടില്ല, മറ്റു ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. മുഹറം അങ്ങനെ ചിലർ പറയാറുണ്ട്. മുഹറം ഏറ്റവും വിശുദ്ധമായ മാസങ്ങളിൽ ഒന്നാണ്. ഷഹ്റുല്ലാഹി എന്ന് റസൂലുള്ളാഹി പറഞ്ഞ മാസമാണ്. അള്ളാഹുവിന്റെ മാസം എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച മാസമാണ് മുഹറം. അപ്പൊ ആ മുഹറ മാസത്തിന്റെ പ്രത്യേകതകൾ ആ രീതിയിൽ അതുപോലെയുള്ള മാസങ്ങളും വരുന്ന സമയത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഫഇദൻ സലഖൽ അശ്ഹുറുൽ ഹുറും. ഈ മാസങ്ങൾ അഴിഞ്ഞു പോയാൽ ഫഖ്തുലു അൽ മുശ്രികീന ഹൈതു വജത്തുമൂഹും വഖുദൂഹും വഹ്സുറൂഹും വഖഉദു ലഹും കുല്ല മർസദ് ഫഇൻ താബു വഖാമുസ് സ്വലാത വആതൗസ് സക്കാ ഫഖല്ലു സബീലഹും ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഫഇദൻ സലഖൽ അശ്ഹുറുൽ ഹുറും. ഈ മാസങ്ങൾ അഴിഞ്ഞു പോയാൽ എന്നാണ്. ഈ അഴിഞ്ഞു പോകാന്നൊക്കെ പറഞ്ഞാല് ഈ രാവും പകലൊക്കെ തമ്മിലുണ്ടാകുന്ന രീതിയെക്കുറിച്ച് അള്ളാഹു പറയുന്നത് ഒന്നൊന്നിനെങ്ങനെ കയറി ഇറങ്ങി പോകാന്നാണ്. അവിടെ തന്നെ അതുകൊണ്ടല്ലോ കവ്വറ എന്നാണ് ഖുർആൻ പറഞ്ഞത്. കവ്വറ. ഈ കവ്വറ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഇതിന്റെ മുകളിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്ന ഒരു രീതിയാകുന്നു ഈ പകലും രാവും തമ്മിൽ അള്ളാഹു കാണിച്ചത്. എപ്പോ 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 വിശാലമായൊരു മരുഭൂമിയല്ലാത്ത മറ്റൊന്നും കാണാത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ ഭൂഗോളത്തിന്റെ മുകളിലൂടെ സൂര്യതാപം ഇങ്ങനെ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന രാവ് ഇങ്ങനെ ഒരു കൂറയിലൂടെ, അതായത് ഒരു ഗോള മുകളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയാൻ പരിശുദ്ധ ഖുർആന് പറ്റുന്നത് എപ്പോഴാണ്? ഇതെല്ലാം കഴിഞ്ഞ് സാറ്റലൈറ്റുകൾ കൊണ്ട് ചൊവ്വയിലേക്കും പിന്നെ അതിനപ്പുറത്തേക്കും സൂര്യനെ പോലും പിടിക്കാനാകുമോ എന്ന് ആലോചിക്കുകയും ചെയ്യുന്ന കാലത്തല്ല, മറിച്ച് വിശാലമായ മരുഭൂമിക്കപ്പുറത്തേക്ക് പോകാൻ പോലും കഴിയാത്ത കുറെ മനുഷ്യർ ജീവിച്ചിരുന്ന കാലത്താണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് പറയുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അതുതന്നെയാണ് ഇവിടെയും. ഈ ഒന്നിൽ നിന്ന് ഒന്നിങ്ങനെ ഉരിഞ്ഞു പോകുന്നതിനാണ് സലഹ എന്ന് പറയാം. ആടിന്റെ തോല് ഉരിച്ചെടുക്കുന്നതിനാണ് സൽഹ് എന്ന് പറയാം. ഫഇദൻ സലഖൽ അശ്ഹുറുൽ ഹുറും. അങ്ങനെ ഇവ അവസാനിച്ചു കഴിഞ്ഞാൽ ഫഖ്തുലിൽ മുശ്രിക്കീൻ, നിങ്ങൾ മുശ്രിക്കീങ്ങളോട് യുദ്ധം ചെയ്യണം. ഹൈതു വജത്തുമൂഹും, അവരെ നിങ്ങൾ കണ്ടെത്തുന്ന സ്ഥലത്ത് വെച്ച് വഖുദൂഹും, അവരെ നിങ്ങൾ പിടിക്കണം. വഹ്സുറൂഹും, നിങ്ങൾ അവരെ നിരീക്ഷിക്കണം. വഖഉദൂ ലഹും കുല്ല മർസദിൻ, എല്ലാ നിരീക്ഷണ സ്ഥലങ്ങളിലും നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കണം. ഫഇൻ താബൂ വഅഖാമുസ് സ്വലാത വആതൗസ് സക്കാ, അതിനുശേഷം അവർ തൗബ ചെയ്ത് സ്വീകരിച്ച് മടങ്ങുമെങ്കിൽ വഅഖാമുസ് സ്വലാത, അവർ നമസ്കാരം നിലനിർത്തുമെങ്കിൽ വആതൗസ് സക്കാ, സക്കാത്ത് കൊടുത്തു വീട്ടുകയും ചെയ്യുമെങ്കിൽ ഫഖല്ലൂ സബീലഹും, അവരെ അവരുടെ മാർഗത്തിലേക്ക് വിട്ടേക്കണം. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, നിശ്ചയം അല്ലാഹു ഗഫൂറുർ റഹീമാണ്. ഇതെല്ലാം എവിടെ പറഞ്ഞതാണ്? യുദ്ധസമയങ്ങളിൽ മാത്രമുള്ള സംഭവമാണ്. നിങ്ങൾ ഈ സമയങ്ങൾ കാത്തിരിക്കാൻ പറയുന്നിടത്ത് തന്നെയും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കുറച്ച് കാത്തിരുന്നാൽ ഏത് കാര്യം എപ്പോഴും എന്തായി പോകും? വെയിറ്റ് ആൻഡ് സീ എന്ന് പറയുന്നത് ഈ വലിയ വികാരം അടങ്ങാൻ എന്ത് കാരണമാവും? കാത്തിരിക്കൽ കാരണം. അല്പം വെയിറ്റ് ചെയ്യുമ്പോൾ ആ തീവ്ര വികാരത്തിൽ നിന്ന് അല്പം അഴിഞ്ഞു കിട്ടിയാൽ എന്ത് വേണ്ട? നിങ്ങൾ ആ വഴിക്ക് പോകണ്ടല്ലോ. അല്ലാത്തൊരു സന്ദർഭം ഉണ്ടായാൽ ഫഖ്തുലൂഹും, പിന്നെ യുദ്ധം ചെയ്യണം. ഹൈതു വജത്തുമൂഹും, നിങ്ങൾ അവരെ കണ്ടുമുട്ടുന്ന സമയങ്ങളിൽ എവിടെയാണോ അവിടെ.
കണ്ടുമുട്ടാന്ന് വെച്ചാൽ ഇനി എവിടെ കണ്ടാലും തട്ടണമെന്നൊന്നുമല്ല ഈ ആയത്തിന്റെ അർത്ഥം. യുദ്ധസമയത്ത് മാത്രം എടുക്കുന്ന തീരുമാനമാണ്. അങ്ങനെ വന്നാൽ യുദ്ധത്തിൽ നിങ്ങൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാനൊന്നും പാടില്ലാത്ത യുദ്ധത്തിൽ നിങ്ങൾ ഒട്ടും ശ്രദ്ധിക്കാതെ പോകാൻ പറ്റില്ല. വഖഉദൂ ലഹും, നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കണം. അവർക്ക് വേണ്ടി എല്ലാ മർസദുകളും, അതായത് നിരീക്ഷണ സ്ഥലങ്ങളിലും കാത്തിരിക്കണം. നമ്മുടെ പടയാളികൾ ഇപ്പോൾ പാകിസ്ഥാന്റെ പട്ടാളത്തിന്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കാൻ വേണ്ടി കുറെ മണൽച്ചാക്കുകൾക്കിടയിൽ ഇങ്ങനെ ഒരു ചെറിയ പിന്നെ ദ്വാരത്തിലൂടെ ഇങ്ങനെ നിരന്തരം വീക്ഷിച്ചിരിക്കുകയാണ്. ഇതിനാണ് മർസദ് എന്ന് പറയാം. ഇതിനാണ് ഇപ്പൊ യുദ്ധസമയത്താവുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാവുമല്ലോ മർസദ്. അവിടെ ഇങ്ങനെ ബൈനോക്കുലറിലൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക. അവിടെ എന്താ സംഭവിക്കാൻ പോണ്, ഏതു നീക്കാണ് അവിടെ നിന്ന് വരുന്നത്, ആരുടെ ആളനക്കമാണ് കേൾക്കുന്നത്. ഇതിനാണ് വഖഉദൂ ലഹും കുല്ല മർസദിൻ. എന്തിനിരിക്കുക? എന്താ ഏതെങ്കിലും ആവട്ടെ, നോക്കണമല്ലോ. മണൽച്ചാക്കിന്റെ ഇടയിൽ കൂടെ നോക്കണോ, കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ കൂടെ നോക്കണോ എന്നുള്ളത് അതാത് സൗകര്യങ്ങൾക്കനുസരിച്ചായിരിക്കാം. പക്ഷെ എന്തായാലും വഖഉദൂ ലഹും കുല്ല മർസദിൻ, ഇരിക്കേണ്ടടുത്ത് എല്ലായിടത്തും എന്ത് ചെയ്തേ പറ്റൂ, ഇരുന്നേ പറ്റൂ. യുദ്ധമാകുമ്പോൾ അങ്ങനെ ചെയ്തേ പറ്റൂ. ഫഇൻ താബു വഅഖാമുസ്സലാ, ഇനി അവർ തൗബ ചെയ്യുകയും നമസ്കാരം നിലനിർത്തുകയും ആതൗ സക്കാ കൊടുക്കുകയും ചെയ്താൽ ഫഖല്ലു സബീലഹും, പിന്നെ അവരെ വിട്ടേക്കുക. ഇന്നല്ലാഹു ഗഫൂറുർ റഹീം, നിശ്ചയം അല്ലാഹു ഗഫൂറുർ റഹീമാണ്. എന്നാ അപ്പോ നിങ്ങൾ അവർ നിസ്കരിക്കണ വരെ തള്ളണമെന്നാണോ? പോട്ടെ. വൈനഹദും മിനൽ മുശ്രികീന ഇസ്തജാറക ഫഅജിറുഹു ഹത്താ യസ്മഅ കലാമല്ലാഹി തുമ്മ അബ്ലിഗ്ഹു മഅ്മന ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഅലമൂൻ. കണ്ടോ, അങ്ങനെയല്ല പറഞ്ഞത്, അങ്ങനെ മാത്രമല്ല പറഞ്ഞത്. അങ്ങനെയാവുകയാണെങ്കിൽ കൂടുതൽ ഇഷ്ടമാണ് അള്ളാഹുവിന്, അല്ലേ? എന്താ കാരണം? നമ്മളിത് സത്യസന്ധമായി വിശ്വസിക്കുന്ന മതാണ്. നമ്മളിത് ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു മതസംവിധാനമാണോ? എന്നാൽ ഒരു മറ്റൊരാൾ മുസ്ലിം ആകുന്ന കാര്യത്തിൽ എന്തിനാന്ന് വിചാരിക്കാമായിരുന്നു. അങ്ങനെ വിചാരിക്കാൻ പാടില്ലാത്തതിന്റെ കാരണം എന്താ? ഒരാൾ വന്നിട്ട് എന്നോട് പറയാണ്, നമ്മളോട് പറയാണ്, എനിക്കിപ്പോ മുസ്ലിം ആകണമെന്ന് പറഞ്ഞാൽ വെയിറ്റ്, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം എന്ന് പറഞ്ഞാൽ പോലും ഇയാൾ മുർത്തദ്ദാവുന്നതാണ്. ആര് പറഞ്ഞാള്? കാരണം വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് അടുത്ത നിമിഷം ഇയാൾ മരിച്ചു പോയാൽ ഇയാൾ ഉത്തരവാദിയാണ്. വെയിറ്റ് എന്ന് പോലും പറയാൻ പാടില്ല. ലാ ഇലാഹ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ആർക്ക് പറഞ്ഞു കൊടുക്കണം? പറഞ്ഞു കൊടുക്കണം. അത് മുഅ്മിനീങ്ങളുടെ താല്പര്യമാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല നമുക്ക്. അതാണ് അവരാ പണി ചെയ്താൽ ഫഖല്ലു സബീലഹും, അവരവരുടെ വഴിക്ക് വിടുക. ഇനി അതൊന്നും അവർ ചെയ്യല്ല. അതാണ് അടുത്ത ആയത്ത്, വഇന്നഹദും മിനൽ മുശ്രികീന ഇസ്തജാറക ഫഅജിറുഹു. അല്ലോ, ഇനി ഏതെങ്കിലും മുശ്രിക് നബിയെ അങ്ങയുടെ മുമ്പിൽ വന്നിട്ട് ഇസ്തജാറക, അങ്ങയോട് അഭയം തേടിയാൽ ഫഅജിറുഹു, അങ്ങ് അഭയം കൊടുക്കണം. ഹത്താ യസ്മഅ കലാമല്ലാഹി, അല്ലാഹുവിന്റെ കലാം ഒരു കേൾക്കട്ടെ. തുമ്മ അബ്ലിഗ്ഹു മഅ്മനഹു, പിന്നെ അയാൾ മുസ്ലിം ആയോ ഇല്ലയോ എന്നൊന്നും ഖുർആൻ പറയണില്ല. അയാൾക്കൊരു മഅ്മൻ, ഒരു നിർഭയ സ്ഥലം അവൻ എത്തിച്ചു കൊടുക്കണം. അയാളെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് തന്നെ നിർത്തണം. അല്ലാതെ അയാളെ കൊല്ലണം എന്നല്ല. മറിച്ച് എന്ത് ചെയ്യണം? ഇത് ഏത് സമയത്തും കൂടിയാണ്. ഇത് സമാധാനകാലമല്ല, യുദ്ധകാലത്ത് നിങ്ങളുടെ മുമ്പിൽ വന്ന് അഭയം തേടിയ ഒരു സത്യനിഷേധിയായ സഹോദരനെ നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾ അയാൾക്ക് അഭയം കൊടുക്കണം. തുമ്മ അബ്ലിഗ്ഹു മഅ്മനഹു, അയാളുടെ കണ്ടം ഛേദിക്കണമെന്നല്ല പറഞ്ഞത്. അയാളെ വെടിവെച്ച് തുരുതുര അയാളുടെ ശരീരം മുഴുവനും പരിപ്പാക്കി മാറ്റണം എന്നല്ല പറഞ്ഞത്. മറിച്ച് തുമ്മ അബ്ലിഗ്ഹു മഅ്മനഹു. ഇനി ഇതിനേക്കാൾ നന്നായി ആരാ പറയാ? ഇതിനേക്കാൾ നന്നായി ആരാ ചെയ്യാ? ലോകത്ത് നടന്ന ഏത് യുദ്ധം ഇപ്പോ ഈ 2 ദിവസമൊക്കെ മുമ്പ് നമ്മൾ കാണേണ്ടത്, ഈ അൽ ജസീറയൊക്കെ നോക്കുമ്പോ ഇപ്പൊ റഷ്യൻ പട സിറിയയിൽ സമാധാനം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ സമാധാനം സ്ഥാപിക്കണം അറിയോ? കുഞ്ഞു മക്കളെയാണ് കൊല്ലുന്നത്. കുഞ്ഞു മക്കളെ. അവരാണല്ലോ വലിയ ആയുധധാരികളായ പട്ടാളക്കാരവരാണല്ലോ. അവരെ അങ്ങ് നിരന്തരം കൊല്ലാണ്. കുഞ്ഞുമക്കൾ. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു റിപ്പോർട്ടർ അതിങ്ങനെ പറഞ്ഞു തന്നിട്ട് അവർ കരഞ്ഞുപോയി. കാരണം മനുഷ്യന്റെ ഹൃദയമാണല്ലോ, കരഞ്ഞുപോയി അവർ. ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കേണ്ടത്, അത് ഈ റഷ്യൻ പട ചെന്നിട്ട് സിറിയയിലെ സമാധാന സ്ഥാപനം എന്ന പേരിൽ ശരിക്കും പാവപ്പെട്ട മനുഷ്യർ ജീവിക്കുന്ന പാർക്കുന്ന സ്ഥലങ്ങളിൽ കൊച്ചുമക്കളെയാണ് അവരേറ്റവും കൂടുതൽ കൊല്ലുന്നത്. എന്നിട്ട് ഇവരൊക്കെയാണ് ഇസ്ലാമിന്റെ നേരെ നിന്നിട്ട് ഇസ്ലാം ഭീകരമാണ്, തലേക്കെട്ട് ഭീകരമാണ് എന്ന് പറഞ്ഞു. ഇവിടെ ഇസ്ലാം എവിടെയാണ് പറയുന്നത്?
യുദ്ധസമയത്ത് പോലും നിന്റെ മുമ്പിൽ വന്ന ഒരാൾ അഭയം തേടിയാൽ എന്തു ചെയ്യണം? അഭയം കൊടുക്കണം നബിയേ, അഭയം കൊടുക്കണം. മാത്രവുമല്ല, കുഞ്ഞുമക്കൾ കൊല്ലപ്പെടുന്ന സംഭവം പോലും ഇസ്ലാമിക യുദ്ധത്തിൽ പാടില്ലായിരുന്നു. അങ്ങനെ കൊല്ലപ്പെട്ട ഒരു കുട്ടിയുടെ മുമ്പിലിരുന്ന് അഷ്റഫുൽ ഖൽഖ് കരഞ്ഞു. സ്വഹാബാക്കളിൽ ആരോ വന്ന് പറഞ്ഞു, അത് അമുസ്ലിമാണ് ആ കുഞ്ഞെന്ന്. അപ്പോൾ ചോദിച്ചു, കുട്ടികൾ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായി തീരണമെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? ഈ കുഞ്ഞുമക്കളിൽ മുസ്ലിമിനെയും അമുസ്ലിമിനെയും വേർതിരിച്ചു കാണിക്കാൻ ആരാ നിന്നോട് പറഞ്ഞത്? അലം അൻഹക്കും അൻ ഖത്ലിൻ നിസാഇ വസ്ബിയാൻ, കൊച്ചുമക്കളെയും പെണ്ണുങ്ങളെയും കൊല ചെയ്യരുതെന്ന് ഞാനല്ലേ നിങ്ങളെ നിരോധിച്ചത്? അങ്ങനെയാണ് ആ ചോദ്യം. അലം അൻഹക്കും അൻ ഖത്ലിൻ നിസാഇ വസ്ബിയാൻ, കൊച്ചു കുഞ്ഞുങ്ങളെയും പെണ്ണുങ്ങളെയും കൊല ചെയ്യരുതെന്ന് ഞാനല്ലേ നിങ്ങളെ നിർബന്ധിച്ചു നിരോധിച്ചു പറഞ്ഞത്? ഒരു പെണ്ണിനെ, ഒരു കുഞ്ഞിനെ, ഒരു വൃദ്ധനെ, ഒരു നിരപരാധിയെ ചരിത്രത്തിൽ കാണാൻ കഴിയില്ല നമുക്ക്. ഇസ്ലാമിക യുദ്ധത്തിന്റെ നീതിയുള്ള യുദ്ധങ്ങളിൽ പർണശാലകൾ ആക്രമിച്ചിട്ടില്ല ഇസ്ലാം. സമാധാനമുള്ള നാടുകളിൽ കയറി ചെന്നിട്ടില്ല ഇസ്ലാം. എവിടെയെങ്കിലും അങ്ങനെ ഒരു ധിക്കാരപൂർവമായ സമീപനമുണ്ടായാൽ ശരിയായ ഇസ്ലാമിക ഭരണാധികാരി ചെയ്തിട്ടുള്ളത് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാനാവുന്നത് അവിടെ ചെന്നതിന്റെ നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടല്ലേ റഷ്യയുടെ ഭാഗമായ ഈ സമർക്കന്ത് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കടന്നുകയറിയ ഇസ്ലാമിന്റെ സൈനിക സമൂഹത്തിന്റെ സൈന്യാധിപൻ ഒരു വ്യാജമായ ഉറപ്പ് നൽകി സമർക്കന്തിലെ ആളുകളെ കീഴടക്കിയതിനു ശേഷം അവിടെ ഭരണം നടത്തുന്ന സമയത്താണ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത്. ആ സമർക്കന്ത് വാസികൾ നേരെ ചെന്നിട്ട് ഖലീഫയോട് പറഞ്ഞു, ഞങ്ങളോട് തെറ്റായ ചില വാഗ്ദാനങ്ങൾ ചെയ്തു തന്നിട്ടാണ് ഇദ്ദേഹം ഞങ്ങളെ കീഴടക്കിയിട്ടുള്ളത്, പക്ഷേ ഞങ്ങളോട് നീതി കാണിച്ചിട്ടില്ല എന്ന് പറയുമ്പോ മുസ്ലിം സൈന്യത്തിന്റെ സൈന്യാധിപനെ തിരിച്ചു വിളിച്ചിട്ട് ആ സൈന്യത്തോട് തിരിച്ചു വരണം, ഇനി മേലിൽ സമർക്കന്തിൽ ഒരാൾ പോലും നിന്നേക്കരുത്, ആ ഭരണം അവർക്ക് തന്നെ വിട്ടുകളയണം എന്ന് പറഞ്ഞു മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അപ്പൊ വീണ്ടും ഇതേ ജനത വന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ ഭരണം ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, അതുകൊണ്ട് അവിടുന്ന് പോകരുത് എന്ന് ഞങ്ങൾ അങ്ങയോട് ആവശ്യപ്പെടുന്നു. എന്നാരോട്? മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസിനോട്. എന്താ കാര്യം? അവർ കാണാത്ത നീതിയാണ് അവർ കണ്ടത്. അവർ കാണാത്ത നീതിയാണ്. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണമുണ്ടായ സിറിയയിലെ ക്രൈസ്തവ സഹോദരന്മാർ പിന്നെ റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ ഉമർ തന്നെ തീരുമാനിക്കുന്ന സമയത്ത് ക്രൈസ്തവർക്ക് അവരുടെ കയ്യിൽ നിന്ന് പിരിച്ച ജിസിയ തിരിച്ചു കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഗവർണറാകുന്ന അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനോട്. അബൂ ഉബൈദ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി അവിടുത്തെ പ്രമാണിമാരായ ക്രൈസ്തവ സഹോദരന്മാരെ വിളിച്ചു. അപ്പോൾ അബൂ ഉബൈദയോട് മഹാരഥന്മാരായ ക്രൈസ്തവ പാദ്രിമാർ പറഞ്ഞു, ഞങ്ങൾക്കിനി അത് തിരിച്ചു തരണ്ട. ഉമർ എന്ന് പറയുന്ന ഞങ്ങളുടെ ഭരണാധികാരി യുദ്ധം ചെയ്യാൻ പോകുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞു. ആരോടാ യുദ്ധം ചെയ്തത്? ബസന്റൈൻ സാമ്രാജ്യത്തോടാണ്. അതായത് ക്രൈസ്തവ ഭരണകൂടം എന്ന് പറയാവുന്ന ബസന്റൈൻ ചക്രവർത്തിയോട് യുദ്ധം ചെയ്യാൻ പോവുകയാണ്. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പാണ്, ഫാറൂഖിന്റെ ഭരണത്തോളം ഞങ്ങൾക്ക് ബസന്റൈൻ ചക്രവർത്തിയുടെ ഭരണം ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പള്ളികളിൽ മണിനാദം മുഴക്കി ആ ആൾത്താരകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോകാണ് ഉമർ ബിൻ ഖത്താബ് ജയിക്കാൻ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജയിക്കാൻ. അതുകൊണ്ട് ജിസിയ തിരിച്ചു തരരുത്, ഞങ്ങളെ നാണം കെടുത്തരുത് എന്ന് പറഞ്ഞു. ആര്? ക്രൈസ്തവ പാദ്രിമാർ. ഞങ്ങളെ നാണം കെടുത്തരുത്, ഞങ്ങളുടെ ഭരണകൂടത്തിന് നൽകിയിട്ടുള്ളത് മാത്രമാണത്, അത് തിരിച്ചു തരരുത്. എന്തിനാ തിരിച്ചു കൊടുക്കാൻ പോയത്? തിരിച്ചു കൊടുക്കാൻ പോയത് ഈ യുദ്ധങ്ങളുടെ രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയും അങ്ങോട്ട് പോകുമ്പോ നമ്മുടെ ഈ ക്രൈസ്തവ സഹോദരന്മാർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ മുസ്ലിം ഭരണകൂടത്തിന് കഴിയാതെ പോയാൽ അത് അനീതിയാകും എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു കണ്ടത്. നോക്കണം, അല്ലാതെ ഇവരെ ഇവിടുന്ന് തുരത്തി ഓടിക്കാനാണോ ആ ജിസിയ തിരിച്ചു കൊടുത്തതല്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് വേണ്ട രീതിയിൽ ആവശ്യമായ പരിപാലനങ്ങൾ മുസ്ലിങ്ങൾ മുഴുവനും ഈ വിഷയത്തിലേക്ക് തിരിഞ്ഞാൽ അത് കൊടുക്കാൻ കഴിയാതെ പോവുകയും അവർക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്താൽ അവരിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ടാക്സ് എന്താകും? അനീതിയാകും. റോഡ് പണിയാൻ തീരുമാനിക്കാതെ സകല കുണ്ടും കുഴിയും ഉണ്ടാക്കി വെച്ച് കാറിന്റെ ടാക്സ് വാങ്ങിക്കുന്ന പുതിയ ഭരണാധികാരിയും തന്റെ ഭരണകാലത്ത് യുദ്ധം അനിവാര്യമായി വന്നപ്പോ
അവിടെ ആവശ്യമായ പരിപാലനത്തിന് ക്രൈസ്തവർക്ക് അവരുടെ ടാക്സിന്റെ മൂല്യം തിരിച്ചു കൊടുക്കാൻ പറ്റൂലാത്തത് കൊണ്ട് ആ ടാക്സ് അങ്ങനെ തന്നെ തിരിച്ചു കൊടുക്കുന്ന ഭരണാധികാരിയും തമ്മിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കമ്പയർ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? കമ്പയർ ചെയ്യേണ്ടത്. അവിടെയാണ് ആ ഭരണാധികാരിയുടെ മുമ്പിൽ ഈ പ്രജകൾ പറയുന്നത്, ഞങ്ങൾ ദുആ ചെയ്യും. ആർക്കു വേണ്ടി? അങ്ങയ്ക്ക് വേണ്ടി. ഉമർ ബിൻ ഖത്താബിന് വേണ്ടി ദുആർക്കും. ഞങ്ങൾ ഞങ്ങളുടെ പള്ളികളുടെ അൾത്താരകളിൽ പ്രാർത്ഥനയ്ക്കിരിക്കാൻ പോകാണ്. ഇതാണ് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാനുള്ളത് എന്ന് പറയുന്നു. ഇതാണ് ഇസ്ലാം. അതുകൊണ്ടാണ് ഇവിടെയും അള്ളാഹു പറയുന്നത്, മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളിൽ നിന്ന് ആരെങ്കിലും, അത് വലിയ ആളാവണമെന്നില്ല, ചെറിയ ആളാവണമെന്നില്ല, ആരെങ്കിലും വന്ന് ഇസ്തജാറക, താങ്കളോട് അഭയം തേടിയാൽ ഫഅജ്റുഹു, അങ്ങ് അയാൾക്ക് അഭയം കൊടുക്കണം നബിയെ, ഹത്താ യസ്മഅ കലാമല്ലാഹി, അള്ളാഹുവിന്റെ വചനം അയാൾ കേൾക്കും വരെ, തുമ്മ അബ്ലിഗുഹു മഅമനഹു, അയാളുടെ നിർഭയ സ്ഥലത്തേക്ക് അയാളെ എത്തിക്കണം. അയാളുടെ നിർഭയ സ്ഥലത്തേക്ക് അയാളെ എത്തിക്കണം. അയാൾക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? കൊണ്ടാക്കണം. തുമ്മ അബ്ലിഗുഹു മഅമനഹു, അയാളുടെ നിർഭയ കേന്ദ്രത്തിലേക്ക് അയാൾ എത്തിക്കണം. ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഅലമൂൻ, ഇതൊക്കെ സംഭവിക്കാൻ കാരണം അവരൊരു വിവരമില്ലാത്ത ജനതയായതുകൊണ്ടാണ്. അങ്ങയുടെ പരിശുദ്ധ ദീനിനെ മനസ്സിലാക്കാൻ മാത്രമുള്ള ബോധമില്ലാത്ത സമൂഹമാണ്. നിങ്ങൾ അവർ അഭയം ചോദിച്ചാൽ അഭയം കൊടുക്കുകയും അഭയം എങ്ങോട്ടാണോ അവരെ എത്തിക്കാൻ അവർ ആവശ്യപ്പെടുന്നത് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. ഇതിനൊക്കെ വലിയ മര്യാദ ലോകത്തിന് ആരും പറഞ്ഞുതരാ? പറയാ നിങ്ങള് ആ തൊട്ടുമുമ്പില്ലായത്ത് ഇല്ല. ആണ് ഇത് എപ്പോ വന്നു, എന്തിനു വന്നു, എങ്ങനെ വന്നു എന്നൊന്നും ആരും ചെയ്യണില്ല. അന്വേഷിച്ചുള്ള വിമർശിക്കാനാണല്ലോ നേരം, വിമർശിക്കാനുള്ള നേരം. ഇതിങ്ങനെ ബാലൻസ് ചെയ്ത ഏതും മത ലോകത്തുള്ളത് ഇത്ര കൃത്യമായി? അങ്ങനെ യുദ്ധമൊന്നും വേണ്ട കേട്ടോ. നമ്മളിങ്ങനെ ഇരുന്നാതി വെച്ചാൽ അങ്ങനെ ഒരു സമൂഹത്തിനും ജീവിക്കാൻ പറ്റില്ലല്ലോ. എന്നാ പിന്നെ പിന്നെ എന്തിനാ ന്യൂക്ലിയസ് ബോംബുകളും പോർവിമാനങ്ങളും ഒക്കെ ഇങ്ങനെ കോടികൾ കൊടുത്തു വാങ്ങണത്? ഈ രാജ്യത്ത് എത്രയോ ദരിദ്രനാരായണന്മാരുണ്ട്. നമ്മുടെ നാട്ടിലെ പ്രതിരോധത്തിന് മാത്രം മുടക്കുന്ന മുതൽ കൊണ്ട് ഈ രാജ്യം സമ്പന്നാവൂലേ? രാജ്യത്തിന്റെ ഖജനാവിന്റെ 40-50% എങ്ങോട്ടാ പോണത്? നമ്മുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കാണ്. എന്നാൽ ഈ നാട്ടിൽ ആരെങ്കിലും പറയോ പ്രതിരോധ ആവശ്യങ്ങൾക്ക് 10 പൈസ ഇനിമേലിൽ മുടക്കരുത്? ആ ബജറ്റ് 40-50% വിലയിരുത്തുന്നതിന് പകരം നേരെ അത് കൊണ്ടുപോയി നാട്ടിലെ, അതായത് ബീഹാറിലും UP-യിലുമൊക്കെ തെരുവിൽ കിടന്ന് നായെ പോലെ മരിച്ചു പോകുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി അവരുടെ ഉദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കണം എന്ന് രാജ്യത്തെ ഏതെങ്കിലും നേതാവ് പറയണ്ടോ? വലിയ കാര്യമായി വർത്താനം പറഞ്ഞ ആളുകളൊക്കെ. എന്തിന് ഗാന്ധിജി പോലും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തായതിനു കാരണം? അതില്ലാതെ ഈ സമൂഹത്തിന് ഒരു രാജ്യത്തിന് നിലനിൽക്കാനാവൂല. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോ എങ്ങനെ വേണമെന്ന് കൂടി പഠിപ്പിക്കാണ്. എങ്ങനെ വേണം? പലപ്പോഴും എല്ലാ രാജ്യങ്ങളുടെയും പ്രത്യേകത, നമ്മൾ ഈ രാജ്യാന്തര സമീപനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ എല്ലാ രാജ്യങ്ങളും അവരവരുടെ രാജ്യങ്ങളിൽ നിന്ന് ചാരപ്പണിക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് ആളെ വിടുന്നുണ്ട്. പലപ്പോഴും അമിതമായ അതിക്രമങ്ങൾ എല്ലാ രാജ്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. നാം വർഗീയമായ ദേശസ്നേഹത്തെക്കുറിച്ചൊന്നും പറയണ്ട. എന്റെ രാജ്യം എന്നതിനേക്കാൾ വലിയ വലിപ്പമൊന്നും വേറെ ആർക്കില്ല. പക്ഷേ എല്ലാ രാജ്യവും യുദ്ധമില്ലാതെ നിലനിൽക്കുക എന്നതാണ് നമുക്ക് പ്രധാനം. നമ്മൾ ദ്വാരക്കേണ്ടതും അതാണ്. ഒന്നുണ്ട്, ഏതു രാജ്യം യുദ്ധം ചെയ്യുമ്പോഴും ആ യുദ്ധത്തിന് പോകുന്നത് നമ്മളാരുമല്ല. ആണോ? നമ്മൾ വീട്ടിലിരുന്ന് കൈയടിച്ച് ഫേസ്ബുക്കിൽ ഇങ്ങനെ പാസ്സാക്കി വിടുമ്പോൾ ആലോചിക്കണം, ആ യുദ്ധത്തിന്റെ മുഴുവൻ വേദനയും അതേ ഫേസ്ബുക്ക് കാണുന്ന കേരളത്തിലെയും ഒരുപാട് വീടുകളിൽ നിന്ന് നെടുനിശ്വാസം വിടുന്ന പാവപ്പെട്ട പെണ്ണുങ്ങളുണ്ട്. അവരിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, എൻ്റെ പ്രിയപ്പെട്ടവൻ കശ്മീരിലെ ഏതു തീരത്തായിരിക്കും, ഏത് യുദ്ധ പോയിന്റിലായിരിക്കും നിൽക്കുക? അവന്റെ നെഞ്ചുകളിലേക്ക് വെടിയേൽക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം എത്രയാണ്? അള്ളാഹു കാക്കുമാറാകട്ടെ. ഒരു ഭടനും കൊല്ലപ്പെടാത്ത വിധം അള്ളാഹു കാക്കുമാറാകട്ടെ. സമാധാനമാണ് ഏറ്റവും വലുത്. സമാധാനം തന്നെയാണ് വലുത്. സമാധാനം കൊണ്ട് മാത്രമാണ് ഒരു സമൂഹത്തിനും നിലനിൽക്കാൻ കഴിയുക. കാരണം ഈ അതിർത്തികളിൽ കൊല്ലപ്പെടുന്നവർ നമ്മുടെ തന്നെ ശരീരവും മജ്ജയും മാംസവും ബുദ്ധിയും വിദൂരമായ ഭാവിയിൽ ഒരുപാട് സ്വപ്നങ്ങളും കാത്തുവച്ചവർ തന്നെയാണ് അവിടെ കൊല്ലപ്പെടുന്നത്. നമ്മളിരുന്ന് ഫേസ്ബുക്കിൽ ഇങ്ങനെ കൊല്ലടാ തല്ലടാ എന്നൊക്കെ പറയാൻ എന്ത് രസാന്ന് പറയോ? ഒന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുമോ?
യുദ്ധം വരാണെങ്കിൽ എല്ലാവരുടെയും കയ്യിലേക്ക് ഒരു തോക്ക് തരും, എന്നിട്ട് നിങ്ങളെല്ലാവരും അതിർത്തിയിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഒറ്റെണ്ണം പിന്നെ ഫേസ്ബുക്കിൽ ഉണ്ടാവില്ല. ഒറ്റെണ്ണം ഫേസ്ബുക്കിൽ ഉണ്ടാവില്ല. ഇതിരുന്നിങ്ങനെ ജയ് ഹിന്ദ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മൃഗീയമായ ഭാഷയിൽ വർത്തമാനം പറയുമ്പോൾ ആലോചിക്കേണ്ടത് യുദ്ധമല്ല, സമാധാനം തന്നെയാണ് വലുത്. അതിർത്തികൾ എന്നതിനപ്പുറമുള്ള ഒരു മനുഷ്യത്വമുണ്ട്. അത് പാകിസ്ഥാനോടായാലും ചൈനയോടായാലും നീ ബംഗ്ലാദേശിനോടായാലും ഏതു രാജ്യത്തോടായാലും ഏതു രാജ്യം അങ്ങോട്ടും ഇങ്ങോട്ടുമായാലും നമ്മുടെ രാജ്യത്തേക്ക് അതിക്രമിച്ചു കയറി വന്നിട്ടുള്ളവരാണ് ഏതായാലും ഭീകരവാദികൾ. ഒരൊറ്റ ഭീകരവാദിയെയും മനുഷ്യനായി നമ്മൾ കാണുന്നുമില്ല. പക്ഷേ അതിന്റെ പേരിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ കൊല്ലപ്പെടുന്ന ജവാന്മാർ, ധീരന്മാരായ ജവാന്മാർ നമ്മളെപ്പോലെ മനുഷ്യരാണ്, ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ചവരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. യുദ്ധമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് അള്ളാഹു എത്തിക്കുമാറാകട്ടെ. യുദ്ധം എല്ലാ അർത്ഥത്തിലും കെടുതിയാണ്. നമ്മൾ തോന്നും യുദ്ധം വലിയ സംഭവമായിരിക്കും, അല്ലേ? ഇപ്പൊ നരേന്ദ്രമോദി യുദ്ധം ചെയ്ത പോലെ ഉണ്ട് കേട്ടാ. നരേന്ദ്രമോദി അവിടെ ഇരിക്കണുള്ളൂ, യുദ്ധം ചെയ്തത് ആ പാവപ്പെട്ട ജവാന്മാരാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ രാഷ്ട്രീയമായ സംവിധാനങ്ങൾ ശരിയായിരിക്കാം, ആ രാഷ്ട്രീയ സംവിധാനങ്ങളും അങ്ങനെ തന്നെ ആകണം എന്നതിലൊന്നും തർക്കമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ആ ജവാന്മാർ, ആ ധീരന്മാരായ ജവാന്മാർ, അവർക്കും സ്വപ്നങ്ങളും ജീവിതവും ഉണ്ട്. അവരൊരാളും കൊല്ലപ്പെടാത്ത വിധം യുദ്ധത്തെയാണ്, ആ യുദ്ധമില്ലായ്മയാണ് നമ്മളെപ്പോഴും കാണേണ്ടത്. പീസ് ആൻഡ് വാർ ദസ്തോവ്സ്കി അവസാനിപ്പിക്കുന്ന ഒരു വർത്താനമുണ്ട്. യുദ്ധഭടൻ അവസാനം ഇങ്ങനെ മരിച്ചു കിടക്കുന്ന ഈ വിശാലമായ ആ യുദ്ധകളത്തിലേക്ക് ഇങ്ങനെ ചെന്നിട്ട് ഓരോ ശവവും ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് അവസാനം ചോദിക്കുന്നുണ്ട്, എന്തിനായിരുന്നു യുദ്ധം? നെപ്പോളിയൻ ബോണപ്പാർട്ടിന് വേണ്ടിയും അത്തരം സ്വച്ഛാധിപതികളായ ഭരണാധികാരികൾക്ക് വേണ്ടിയും നമ്മൾ ചത്തുമലക്കുമ്പോൾ എന്തിനായിരുന്നു യുദ്ധം? പലപ്പോഴും യുദ്ധം രാഷ്ട്രീയമായ തങ്ങളുടെ പരാജയങ്ങളെ മറച്ചുവെക്കാനുള്ള ഭരണാധികാരിയുടെ വിടുവേലകളായിരിക്കും യുദ്ധങ്ങൾ എന്നതുപോലും നാം തിരിച്ചറിയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ആ യുദ്ധങ്ങളിൽ മരിച്ചു വീഴുന്നവർ, ഇനി അതിനപ്പുറം എത്ര കുഞ്ഞുങ്ങൾ, എത്ര പെണ്ണുങ്ങൾ. ഓരോ യുദ്ധങ്ങളുടെയും ഏറ്റവും കൂടുതൽ കെടുതി അനുഭവിക്കുന്നത് ഉറപ്പാണ് നമ്മുടെ പാവപ്പെട്ട പെൺകുട്ടികളും അതുപോലെ തന്നെ സഹോദരിമാരുമാണ്. ഓരോ യുദ്ധങ്ങളിൽ നമ്മുടെ സൈനിക വിഭാഗം എന്നതുകൊണ്ട് മാത്രം അവർ പരിശുദ്ധരാകണമെന്നില്ല, അവർ മനുഷ്യരാണ്. കശ്മീരിലെയൊക്കെ തീരങ്ങളിലേക്ക് അവർ കടന്നു ചെല്ലുമ്പോൾ അവർക്കും മൃഗങ്ങളുടെ ചോദനകൾ സംഭവിക്കാറുണ്ട്. അതിന് അനുഭവങ്ങളുടെ പീഡനങ്ങളായി അതിൻ്റെ മുമ്പിൽ ജീവിതം പിടച്ചു കളയേണ്ടി വരുന്നത് നമ്മുടെ തന്നെ പെൺകുട്ടികളാണ്, നമ്മുടെ സഹോദരിമാരാണ്. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, അതൊക്കെ ഒരു യാഥാർത്ഥ്യവുമാണ്. ആ യാഥാർത്ഥ്യങ്ങളൊക്കെ ഓർത്തിട്ട് വേണം നമ്മൾ ദ്വാരക്കാൻ. പടച്ചവൻ യുദ്ധം ഇല്ലാതാക്കി തരട്ടെ. ഒരു അതിർത്തിയിലും അള്ളാഹു യുദ്ധം ചെയ്യാൻ അതിന്റെ അവസരങ്ങൾ അള്ളാഹു ഇല്ലാതാക്കി തരട്ടെ. നമ്മുടെ യുദ്ധങ്ങൾ എല്ലായിടത്തും, സിറിയയിലൊക്കെ കാണുമ്പോൾ യുദ്ധം കാണുമ്പോൾ ഞാൻ പറയണത്, ഇനി പട്ടാളക്കാരൻ തമ്മിലായിരുന്നു യുദ്ധമെങ്കിൽ അങ്ങനെയെങ്കിലും സഹിക്കാമായിരുന്നു. എന്നാൽ പോലും നമുക്ക് സഹിക്കാനാവില്ല. കാരണം അവരും മനുഷ്യരാണ്, അവരുടെയും ചോരക്കും അവരുടെയും മാംസത്തിനും വിലയുണ്ട്. പക്ഷെ അതിനപ്പുറം പിന്നെയും കാണേണ്ടി വരുന്നത് കുഞ്ഞുമക്കൾ, കൊച്ചു കുഞ്ഞുങ്ങൾ, അവരുടെ ശരീരങ്ങൾ ചിന്നിച്ചിതറി മരിച്ചു പോകുന്നതിന്റെ അവരുടെ ഭയപ്പാട്. മരിച്ചു പോണങ്ങൾ പോട്ടെ, അവിടെ നിന്ന് ഇത് കാണുന്ന ഭയത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ചങ്കലക്കാൻ നമുക്ക് കഴിയണില്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ല. അത്രയും ഭീകരമാണ് യുദ്ധം. അതുകൊണ്ട് അള്ളാഹു നമ്മളൊക്കെ കാക്കുമാറാകട്ടെ. ഇനി അതൊന്നുമല്ല, ഇനി വേറൊരു കാര്യം പറയട്ടെ. പാകിസ്ഥാന്റെ പിന്നെ മിസൈലിനും എത്ര ദൂരം ഉണ്ടെന്നൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ലല്ലോ. അത് ഈ അറബിക്കടലും ഭേദിച്ച് ഇവിടെയൊക്കെ വന്നു നിൽക്കാനും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോ അല്ല, ഇത് വലിയ ആശ്വാസത്തിലാണ് നമ്മൾ യുദ്ധത്തെക്കുറിച്ച് പറയണത്. പാകിസ്ഥാന്റെ ആ റോക്കറ്റുകൾ പിന്നെ മിസൈലുകളെ കൃത്യമായി തൊടുത്തുവിട്ടാൽ നമ്മുടെ ഈ തുറമുഖ പട്ടണങ്ങളിലേക്കും കുറച്ചിങ്ങോട്ട് മാറിയ തൃശ്ശൂരിന്റെ ഭാഗത്തൊക്കെ തെന്നിത്തെറിച്ച് വന്നൂടായികൊന്നുമില്ല. അത്ര ആശ്വാസമൊന്നും വേണ്ട. അതാ കാശ്മീരിലെ ആളുകൾക്കും അല്ലെങ്കിൽ കൂടിയ പിന്നെ യു പിയിലെയും ഗുജറാത്തിലെയും ആളുകൾക്ക് മാത്രം സംഭവിക്കാൻ പോണ ഒരു ദുരന്താണെന്നൊന്നും വിചാരിക്കണ്ട. അറബിക്കടൽ ഇങ്ങനെ വിശാലമായി കിടക്കുന്നുണ്ട്, എല്ലായിടത്തും സംഭവിക്കാം, എല്ലായിടത്തും വരാം. അതുകൊണ്ട് സമാധാനത്തിന് വേണ്ടി തന്നെ ദ്വാരക്കുക. സമാധാനമാണ് ഏറ്റവും വലുത്. അള്ളാഹു സമാധാനം നിലനിർത്തുമാറാകട്ടെ. അർഹമുറാഹിമീനായ റബ്ബേ, ഞങ്ങൾ ഈ പറഞ്ഞതിനെല്ലാം നീ നിന്റെ സത്യത്തിന്റെ മാർഗത്തിലെ വർത്തമാനങ്ങളാക്കി സ്വീകരിക്കണേ തമ്പുരാനെ. റഹമുറാഹിമീനായ അല്ലാഹ്, ഞങ്ങളുടെ കലാമുകളിൽ പഴച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പുറത്തു തരണേ റഹ്മാനെ. അള്ളാഹുവേ, നിന്റെ വിശുദ്ധ വചനത്തിന്റെ ആഴങ്ങൾ പഠിക്കാൻ നീ തൗഫീഖ് തരണേ റഹ്മാൻ. അള്ളാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ റബ്ബേ. ഞങ്ങളുടെ ജീവിതം നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളിൽ ഹജ്ജ് ചെയ്യാൻ പോയി വന്നവർ അള്ളാഹുവേ, അവരുടെ ഹജ്ജുകൾ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളോട് എത്രയോ ബന്ധപ്പെട്ട ആളുകൾ, സഹോദരന്മാർ, സഹോദരിമാർ
ബന്ധുജനങ്ങൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആത്മസുഹൃത്തുക്കൾ, അള്ളാഹുവെ അവരുടെയൊക്കെ ഹജ്ജുകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. റഹ്മുറാഹിമീനായ അള്ളാഹുവെ, ഹജ്ജിന് പോയിട്ട് അവിടെ തന്നെ രോഗിയായി അവിടെ ഒന്നും ചെയ്യാനാവാത്തൊരവസ്ഥയിൽ കിടക്കുന്നൊരു ബന്ധുവുണ്ട്. അള്ളാഹുവെ, ഏതെങ്കിലും ഒരു തീരുമാനം ഏറ്റവും ഹൈറായ അർത്ഥത്തിൽ നീ തീരുമാനിക്കണേ തമ്പുരാനെ. റഹ്മുറാഹിമീനായ അള്ളാഹുവെ, നിനക്കേ അതിന്റെ യുക്തി അറിയൂ, ഞങ്ങൾക്കാർക്കും യുക്തിയെ പറഞ്ഞു തരാനാവില്ലല്ലോ. അള്ളാഹുവെ, നീ തന്നെ ഏറ്റവും ഹൈറായ തീരുമാനങ്ങൾ എടുക്കണേ അല്ലാഹ്. റഹ്മുറാഹിമീനായ തമ്പുരാനെ, അവരുടെ ഒക്കെ ഹജ്ജിനെ, അവരുടെ നിയ്യത്തിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അത് മുഹരിമായ ഒരു ജീവിതമാക്കി തന്നെ നീ മാറ്റണേ തമ്പുരാനെ. റഹ്മുറാഹിമീനായ അല്ലാഹ്, ഞങ്ങളുടെ ഹജ്ജുകളും ഞങ്ങളുടെ ഉംറകളും ഞങ്ങളുടെ സിയാറത്തും ഞങ്ങളുടെ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയിൽ ഇതെല്ലാം ചെയ്തിട്ടൊടുക്കും നിന്റെ മുമ്പിൽ വരുമ്പോൾ ഇതെല്ലാം ഒന്നുമില്ലാത്തൊരവസ്ഥയിലാകുന്ന വിധം ഞങ്ങളെ നീ ഖായിബീങ്ങളാക്കരുതേ റഹ്മാനെ. ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ല തമ്പുരാനെ. റഹ്മുറാഹിമീനായ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ നന്മകളെയും നീ സ്വീകരിക്കണേ തമ്പുരാനെ. തമ്പുരാനെ, ഞങ്ങൾക്ക് നീ വിജയികളുടെ കൂട്ടത്തിൽ പെടാനുള്ള തൗഫീഖ് തരണേ തമ്പുരാനെ.